ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ അനുമോൾ ഇരുന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ അക്ബറിന്റെ നോമിനേഷനും കഴിഞ്ഞു. അത് ആരായിരുന്നു എന്നുള്ളത് ആദ്യം പറയാം. അക്ബർ നോമിനേറ്റ് ചെയ്തത് ആദിലേനെയും നൂറേനെയുമാണ്. ഇവരെ രണ്ടുപേരെയുമാണ് നോമിനേറ്റ് ചെയ്തത്. രണ്ടുപേരും നല്ല വീക്കാണെന്ന് തോന്നിയെന്നാണ് അക്ബർ പറയുന്നത്. അതുകൊണ്ടാണ് ആദിലേനെയും നൂറേനെയും നോമിനേറ്റ് ചെയ്യുന്നത്. അത് വളരെ ബുദ്ധിപരമായിട്ട് അക്ബർ എടുത്തൊരു തീരുമാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ആര്യൻ്റേതുപോലെ വെറുതെ വോട്ട് വേസ്റ്റ് ചെയ്ത് കളയുന്ന ഒരു പരിപാടി ആയിരുന്നില്ല. പേഴ്സണൽ ഗ്രഡ്ജിന്റെ പേരിൽ വോട്ട് വേസ്റ്റ് ചെയ്ത് കളഞ്ഞില്ല അക്ബർ. ഓക്കെ, അതൊരു പോയിന്റ് ആണ്. പിന്നെ ഇവർ ലൈവിൽ ഇപ്പോൾ ഇരുന്ന് ചർച്ച ചെയ്യുകയായിരുന്നു കേട്ടോ. അതിലെ നൂറയും ഏകദേശം ഉറപ്പിച്ചു. നൂറ 2 വോട്ടായതുകൊണ്ട് നൂറ ഏകദേശം ഉറപ്പിച്ച സ്ഥിതിക്ക് അതിലെ പറഞ്ഞിട്ടുണ്ട് ബേബി ഉറപ്പിച്ചു എന്നുള്ള രീതി പറയുന്നുണ്ട്. ഈ സമയത്ത് അനുമോൾ ഇരുന്ന് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആര്യൻ, അക്ബർ, നെവിൻ ഇവരെ 3 പേരെയും സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ലാലേട്ടൻ സംസാരിച്ചത്. അവർ പല തെറ്റുകൾ ഇവിടെ ചെയ്തിട്ടും അവരെ അതിന്റെ പേരിലൊന്നും കുറ്റപ്പെടുത്താതെ ഞാൻ അമ്മൂമ്മയെ പോയി വിളിക്കുന്ന പറയുന്ന ആ ഒരു കേസൊക്കെയാണ് ലാലേട്ടൻ ചൂണ്ടിക്കാണിച്ച് ശകാരിച്ചത് എന്നുള്ളൊരു കാര്യം അനുമോൾ ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു ലൈവിനകത്തിരുന്നിട്ട്. ആദിലയുടെ നൂറയുടെ അടുത്താണ് പറയുന്നത്. അതെന്തെങ്കിലും ആവട്ടെ എന്നും അനുമോൾ പറയുന്നുണ്ട്. പിന്നെ ഇതിനു മുമ്പ് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അനുമോൾ പറഞ്ഞൊരു കാര്യമായിരുന്നു, അക്ബറിന് ഹൗസിനുള്ളിൽ ബിഗ് ബോസിനകത്ത് നല്ല പിടിപാടുണ്ട്, അതുകൊണ്ട് എന്ത് വന്നാലും പോകില്ല എന്ന് അക്ബർ തന്നെ അവിടെ ആ ഹൗസിനകത്തുള്ളിൽ പറഞ്ഞിട്ടുള്ള ആ ഒരു കാര്യം പറയുന്നുണ്ട്. ഹൗസിനുള്ളിൽ അക്ബർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന്, പിടിപാടുള്ള സ്ഥിതിക്ക് ഞാൻ പോകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അപ്പൊ അനുമോൾ ഇവിടെ ഈ കളിക്കുന്ന ഒരു ഗെയിം ഉണ്ടല്ലോ, ഇതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. അക്ബർ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റിന് ഹൗസിനകത്ത് നിന്ന്, ക്രൂവിനകത്ത് നിന്ന് ലഭിക്കുന്ന ആ ഒരു ഫേവറിറ്റിസം, ആ ഒരു പാർഷ്യാലിറ്റി, അതിനെയാണ് അനുമോൾ ചൂണ്ടിക്കാണിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് എനിക്ക് വളരെയധികം കൺവിൻസിംഗ് ആയിട്ട് ഇപ്പൊ ഫീൽ ചെയ്തു. ഈ ഒരു ഗെയിം ഉണ്ടല്ലോ എനിക്ക് വളരെയധികം നന്നായിട്ട് ഹിറ്റ് ചെയ്തു എന്നുള്ളതാണ് പറയാനുള്ളത് പ്രേക്ഷകരുടെ അടുത്ത്. നിങ്ങൾ മണ്ടന്മാരാവരുത്, പ്രേക്ഷകരുടെ അടുത്താണ് പറയുന്നത്. ഇനി 2 ആഴ്ചയും കൂടി ഉള്ളൂ. മണ്ടന്മാരാകാതെ നല്ല ഡിസേർവിംഗ് ആയിട്ട് അവിടെ നിൽക്കാൻ ഡിസേർവിംഗ് ആയിട്ടുള്ളവർക്ക് മാത്രം വോട്ട് ചെയ്യുക, അല്ലാത്തവരെ പിടിച്ച് പുറത്തേക്ക് തള്ളുക. ഇവര് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നല്ല ഹ്യൂമൻ ബീയിങ്സ് ഹൗസിനകത്ത് വേണമെന്ന്. എനിക്ക് അതിനോട് ഒരു യോജിപ്പുമില്ല. നല്ല ഹ്യൂമൻ ബീയിങ്സ് വേണ്ട. നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രേ ആയിട്ടുള്ളവരും പിന്നെ ബ്ലാക്ക് ആയിട്ടുള്ളവരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം തന്നെയാണ് നമ്മുടെ സമൂഹം. ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന സമൂഹത്തിന്റെ പ്രോട്ടോടൈപ്പ് ആണ്. അപ്പോൾ ഈ ഗ്രേ ആയിട്ടുള്ളവരെയും ഒക്കെ തിരിച്ചറിഞ്ഞ് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അല്ലാതെ വെറുതെ ഒരു മൂലയിൽ ഇരുന്ന് നന്മമരം കളിച്ച് ഇളിച്ചുകൊണ്ടിരിക്കുന്ന ടീംസിനെ ഒന്നും സപ്പോർട്ട് ചെയ്യരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇത് തന്നെ മനസ്സിലാവും. എല്ലാ കാര്യങ്ങളും ഒന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. അനുമോളാണെങ്കിലും നൂറയാണെങ്കിലും പറയുന്ന എല്ലാ കാര്യങ്ങളെയും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.